വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന പരിപാടിയിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കൂ, ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരുണ്ട്. പക്ഷെ ഭക്ഷണം കഴിച്ചാൽ തൃപ്തി ഉണ്ടാകണം, ഒരു സുഖാനുഭവ പൂർണ്ണത ഉണ്ടാവണം. അങ്ങനെ ഒരു ഫീലിങ്ങിന് വേണ്ടി ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ നല്ല ആരോഗ്യത്തിനെ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അത് നമ്മളോട് പങ്കുവെക്കുന്നതിനായി നമ്മളോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം ജേക്കബ്? നല്ല വിശേഷം. തീർച്ചയായിട്ടും. എന്തൊക്കെയുണ്ട് വിശേഷം എൽവിൻ? സുഖമായിരിക്കുന്നു ഫസ്റ്റ്. തീർച്ചയായിട്ടും നമ്മളുടെ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ വളരെ നന്നായി ചിന്തിക്കും. എന്താണ് ഭക്ഷണം കഴിക്കുമ്പോഴത്തെ സുഖാനുഭവ പൂർണ്ണത? ഇത് ഇംഗ്ലീഷിൽ സെറ്റൈറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് മനസ്സ് വയറും നിറഞ്ഞു എന്നും അതുപോലെ തന്നെ ഒരു സംതൃപ്തിയും കിട്ടുന്ന ഒരു അനുഭവത്തിനെയാണ് സെറ്റൈറ്റി എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. നമ്മളതിനെക്കുറിച്ച് തിരിച്ചറിയുകയും നമ്മളതിനെക്കുറിച്ച് അവെയർ ആണെങ്കിൽ, ബോധവാന്മാരാണെങ്കിൽ അത് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ വെയിറ്റ് മാനേജ് ചെയ്യാനായിട്ട്, നമ്മുടെ ഡയബറ്റിസ്, നമ്മുടെ മെറ്റബോളിസം, ഇങ്ങനെ പല കാര്യങ്ങളെയും പ്രോപ്പർലി മാനേജ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ സെറ്റൈറ്റി എന്ന് പറഞ്ഞ സിഗ്നലിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ഒരു അൺഹെൽത്തി ആളാണെങ്കിൽ അയാളുടെ സെറ്റൈറ്റി സിഗ്നൽസ് കുറച്ച് വീക്കായിരിക്കും. അതുമാത്രമല്ല, അയാൾ ഈ സെറ്റൈറ്റി സിഗ്നലിൽ ഇഗ്നോറും ചെയ്യുന്നുണ്ടാവും. ബ്രെയിനിലേക്ക് ഇങ്ങനെ ഒരു സിഗ്നൽ നമ്മളുടെ വയർ നിറഞ്ഞു എന്നും നമുക്കിപ്പോൾ ശരിക്കും സംതൃപ്തനാവണമെന്നുള്ള ഒരു ഭാഗം വിട്ട് കളഞ്ഞ് അത് മറികടന്ന് വീണ്ടും കഴിക്കുന്നുണ്ടാവും എന്നും കൂടെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുണ്ട്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുമ്പോൾ. സംതൃപ്തിയെ നിയന്ത്രിക്കുന്ന പ്രധാന ഹോർമോണുകൾ, ചില ഹോർമോണുകളാണ് ഇത് നിയന്ത്രിക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനം? തീർച്ചയായിട്ടും സെറ്റൈറ്റിനെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട 4-5 ഹോർമോണുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ലെപ്റ്റിൻ. അത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് സെൽസാണ് പുറപ്പെടുവിക്കുന്നത്. അതായത് നമ്മൾ ബ്രെയിനിനൊരു സിഗ്നൽ കൊടുക്കുകയാണ്, ആവശ്യത്തിന് നമുക്ക് ഊർജ്ജം ഇതിൽ നിന്ന് കിട്ടി, അതുകൊണ്ട് ഇനി നമുക്ക് കഴിക്കണ്ട. രണ്ടാമത്തത് ഗ്രലിൻ. ഇതിനെയാണ് ഹങ്കർ ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രലിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വിശപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കഴിച്ചു കഴിയുമ്പോൾ ഗ്രലിൻ സിഗ്നൽ കൊടുക്കും, ഇത്രയും മതി, നമുക്കിനിയും വേണ്ട. അല്ലെങ്കിൽ അത് സിഗ്നൽ കൊടുക്കുന്ന പറയുമ്പോൾ ഗ്രലിൻ്റെ ലെവൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും, ബ്രെയിനിന് മനസ്സിലാവും ഇനിയും കഴിക്കേണ്ട. പിന്നെ മൂന്നാമത്തെ പറയുമ്പോൾ കോളസിസ്റ്റോകൈനിൻ എന്ന് പറയും, നമ്മളതിനെ CCK എന്ന് പറയും. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് റിലീസ് ചെയ്യുന്നത്. അത് പ്രോട്ടീനും ഫാറ്റും കഴിച്ചു കഴിയുമ്പോഴാണ് ശരിക്കും ഇത് റിലീസ് ചെയ്യണം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ. അതും നമുക്ക് തൃപ്തി നൽകും. അപ്പോൾ അത് നമ്മുടെ നിറഞ്ഞു, അതായത് ഫുൾനെസ് തോന്നി. അപ്പോൾ പ്രോട്ടീനും ഫാറ്റും കഴിക്കുമ്പോഴാണ് ഈ ഹോർമോൺ റിലീസാണ്. നാലാമത്തത് പെപ്റ്റൈഡ് YY, അതിനെ PYY എന്ന് പറയും. അപ്പോൾ ഈ PYY ഇതുപോലെ തന്നെ ഇൻറ്റസ്റ്റൈൻസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഓർക്കുന്നുണ്ടോ, നമ്മൾ ഗട്ടിൻ്റെ എപ്പിസോഡ് പഠിച്ചപ്പോഴേ നമുക്കറിയാം ഗട്ട് ഒത്തിരി കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഈ സെറ്റൈറ്റിയിലും അതിനൊരു റോളുണ്ട്. അപ്പോൾ ഈ PYY ആണ് എന്താ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഡൈജഷനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുകയും അങ്ങനെ നമ്മുടെ ഹങ്കർ കുറയ്ക്കുകയും ചെയ്യും. ഇതെല്ലാത്തിനും പുറമെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇൻസുലിനാണ് നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയെ നിയന്ത്രിക്കുകയും അതുവഴി നമ്മുടെ വിശപ്പിന് അല്ലെങ്കിൽ നമ്മുടെ സെറ്റൈറ്റിക്ക് പൂർണ്ണത നൽകുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ്. പ്രോട്ടീൻ, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ സംതൃപ്തി ബാധിക്കുന്നത്? ഏറ്റവും കൂടുതൽ സെറ്റൈറ്റി നമുക്ക് അതിന് സഹായിക്കുന്നത് പ്രോട്ടീനാണ്. ഇപ്പോൾ പ്രോട്ടീൻ കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ നേരം നമ്മുടെ വയറ് ഫുള്ളായിട്ടിരിക്കുകയും അത് ഈ പറഞ്ഞ ചില ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അപ്പോൾ നമ്മുടെ വയറ് ഫുള്ളായി എന്നുള്ളത് ബ്രെയിനിലേക്ക് സിഗ്നൽ പോവുകയും ചെയ്യും. അതിനുശേഷം ഫാറ്റ്സ് ആണ്. ഓക്കെ, ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ അൺഹെൽത്തി ഫാറ്റ്സ് അല്ല, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ്. അതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നട്ട്സ് ഉണ്ട്, പിന്നെ അവക്കാഡോസ്, ഓലിവ് ഓയിൽ, അങ്ങനത്തെ ഫാറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ, അത് ഫുഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സെറ്റൈറ്റീനെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പിന്നെയുള്ളത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് അഗെയിൻ ഫൈബർ റിച്ച് കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ അത് കൂടുതൽ നേരം വയറിൽ ഇരിക്കുകയും അത് നമ്മളുടെ വയർ ഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് നമ്മുടെ സെറ്റൈറ്റീനെ ഹെൽപ്പ് ചെയ്യും. ഏകദേശം വയർ ഫുള്ളാണെന്നുള്ളത് ബ്രെയിനിൽ എത്തിക്കും. നമ്മളങ്ങനെ അത് ഈറ്റിംഗ് കൺട്രോൾ ചെയ്യാനും കാലറി ഇൻടേക്ക് കുറയുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഒരു ഓർഡർ. പ്രോട്ടീൻസ്, ഹെൽത്തി ഫാറ്റ്സ് ആൻഡ് ഫൈബർ റിച്ച് കാർബോഹൈഡ്രേറ്റ്സ് ആണ് സേഫസ്റ്റ് ബെറ്റ്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെയാണ് നാരുകൾ എപ്പോഴും കഴിക്കണമെന്ന് പറയുന്നത്. ഇപ്പം നാരുകൾ നമ്മുടെ ഭക്ഷണ സംതൃപ്തിയെ എങ്ങനെയാണ് സഹായിക്കുന്നത്?
രണ്ട് തരം നാരുകൾ അല്ലെങ്കിൽ ഫൈബേഴ്സ് ഉണ്ട്. ഒന്ന് സോലുബിൾ ഫൈബറും ഒന്ന് ഇൻസോലുബിൾ ഫൈബറും. ഇപ്പോൾ സോലുബിൾ ഫൈബർ എന്ന് പറയുന്നത് നമുക്കതിനെ ഡിസോൾവ് ചെയ്യും. നമ്മുടെ ദഹനത്തിൻ്റെ ഭാഗമായിട്ട് അത് ഡിസോൾവ് ആവും അവിടുത്തെ ലിക്വിഡ്സിൽ. അപ്പോൾ ഈ സോലുബിൾ ഫൈബർ ശരിക്കും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് ഫോം ചെയ്യും ഡൈജഷൻ പ്രോസസ്സിൻ്റെ സമയത്ത്. അപ്പോൾ അതെന്ത് പറ്റുമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഡൈജഷൻ നടന്ന് ന്യൂട്രിയൻസ് അപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ അതിനെ ഒന്ന് തടസ്സമിടും. അപ്പോൾ വെച്ചാൽ സ്ലോ ആയിട്ട് നടക്കാനിടയാക്കും. അപ്പോൾ എന്ത് പറ്റും, കൂടുതൽ നേരം നമുക്ക് ഭക്ഷണം കഴിച്ചിൻ്റെ ആ ഒരു തൃപ്തി കിട്ടും. അപ്പോൾ സോലുബിൾ ഫൈബറുള്ള കോമൺ ആയിട്ടുള്ള ഭക്ഷണങ്ങളിൽ പെട്ടതാണ് ഓട്സ്, പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, ബീൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇൻസോലുബിൾ ഫൈബർ എന്ന് പറഞ്ഞാൽ ഇത് ഡിസോൾവ് ഒന്നും ആവത്തില്ല, പക്ഷേ അതാണ് നമ്മുടെ മലത്തിലേക്ക് വോളിയം ആഡ് ചെയ്യണത്. കാരണം ഇത് ചെന്നിട്ട് മലത്തിനെ സോഫ്റ്റൻ ചെയ്യും. അപ്പോഴെന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ സ്ലോ ആയിട്ട് നമ്മുടെ ഈ ഡൈജഷൻ പ്രോസസ്സിലൂടെ മലത്തിനെ കടത്തി വിടുന്നത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പെട്ടെന്ന് പ്രോസസ്സ് കയറുന്ന പെട്ടെന്ന് നമുക്ക് വിശക്കും. അപ്പോൾ സ്ലോ ആയിട്ട് പ്രോസസ്സ് പോകുമ്പോൾ എന്ത് വരും, നമുക്ക് ആ ഹങ്കർ കുറേ കൂടെ നേരം കൺട്രോൾ ചെയ്ത് നിർത്താൻ നമ്മളെ സഹായിക്കും. ഇതാണ് ഈ ഫൈബറിൻ്റെ രണ്ട് ഗുണങ്ങളും അതിൻ്റെ. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുടലിൻ്റെ അല്ലെങ്കിൽ ഗട്ടിൻ്റെ ആരോഗ്യം ഈ സംതൃപ്തി ഫീലിങ്ങുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കും? നമുക്ക് ഗട്ട് ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഗട്ട് മൈക്രോബയോം, നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ പലതരം മൈക്രോബ്സ് ഈ ഗട്ടിൻ്റെ അകത്തുണ്ടല്ലോ. ഈ ഗട്ടിൻ്റെ അകത്തുള്ള ഡൈവേഴ്സ് ഗുഡ് മൈക്രോബയോം, ജേക്കബ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പലതരം മൈക്രോബ്സാണ് ഈ പല ഹോർമോൺസിനെ, ഈ ഹങ്കറിൻ്റെയും ഫുൾനെസ്സിൻ്റെയും ഒക്കെ ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ഡയറ്ററി ഫൈബർ, അതിനെ ഈ മൈക്രോബയോമാണ് ഫെർമെൻറ്റ് ചെയ്യണത്. അപ്പോൾ ഈ ഫെർമെൻറ്റേഷൻ നടന്നു കഴിയുമ്പോൾ ബ്രെയിനിലേക്കൊരു സിഗ്നൽ പോകും, എൻ്റെ വയറ് നിറഞ്ഞു തുടങ്ങി എന്നുള്ള സിഗ്നൽ. അതും അപ്പോൾ ഈ മൈക്രോബയോം ഫെർമെൻറ്റേഷൻ ഓഫ് ഡയറ്ററി ഫൈബർ നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവം. ഇതാണ് നല്ല കാര്യങ്ങൾ. ഇനി നമ്മുടെ മൈക്രോബയോമിൽ കൂടുതലും ബാഡ് ബാക്ടീരിയ ആണ്. അത് ഇൻഫ്ലമേഷൻ കോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഹോർമോൺസിൻ്റെ ആക്ഷൻ കുറച്ച് വീക്കാക്കുകയും നമ്മുടെ ബ്രെയിനിന് വയർ നിറഞ്ഞോ ഇല്ലയോ എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റൈറ്റീനെ നല്ല മൈക്രോബയോം നമ്മുടെ ഗട്ടിലുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്കൊരു ബ്രേക്കിന് സമയമായി. വളരെ വേഗം മടങ്ങി വരാം, കാത്തിരിക്കൂ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഭക്ഷണ സംതൃപ്തി നമ്മുടെ ആരോഗ്യവുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഉറക്കം, സമ്മർദ്ദം, സ്ട്രെസ്, ഇതൊക്കെ നമ്മുടെ ഈ ഭക്ഷണ സംതൃപ്തിയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, അത് നമ്മുടെ ആരോഗ്യവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു? സെറ്റൈറ്റിയുമായിട്ട് നല്ല ബന്ധമുള്ള കാര്യമാണ് ഉറക്കവും സ്ട്രെസ്സും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. പൊതുവെ ഉറക്കം കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ലെപ്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ, ഈ ഹോർമോണാണ് ശരിക്കും നമ്മുടെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞ് അറിയിക്കുന്നത് ബ്രെയിനിനെ. അപ്പോൾ ഇനി കഴിക്കണ്ട. അപ്പോൾ ഈ ലെപ്റ്റിൻ്റെ അളവ് താഴോട്ട് പോകും. അപ്പോൾ എന്തൊരു ദിവസം നമുക്ക് വിശക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ പോയി ഭക്ഷണം കഴിക്കും. അതാണ് ഈ ഉറക്കം ഉളച്ചിരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം. രണ്ടാമത്തത് ഗ്രലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതാണ് ഹങ്കർ ഹോർമോൺ. ഗ്രലിൻ എന്ന് പറഞ്ഞാൽ ഹങ്കർ ഹോർമോൺ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും ഉറക്കം ഉളച്ചിരിക്കും. അപ്പോൾ എന്തൊരു അതും നമ്മളെ കൂടുതൽ കഴിക്കാൻ ഇടയാക്കും. എസ്പെഷ്യലി ഇങ്ങനെ ഗ്രലിൻ ഹോർമോൺ ആ സമയത്തൊക്കെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കെപ്പോഴും കൂടുതൽ കാലറി ഡെൻസ് ഫുഡ്സ് കഴിക്കാനാണ് തോന്നുന്നത്. ഒരിക്കലും ഉറക്കം ഉളച്ചിരിക്കുന്ന ആൾക്ക് വിശക്കുമ്പോൾ പോയിട്ടൊരു ക്യാരറ്റും സാലഡും കഴിക്കത്തില്ല. നമ്മൾ ചിന്തിച്ചാൽ അത് അപ്പോഴേ നമ്മൾ ഡിസ്റപ്റ്റഡാണ്. മൂന്നാമത്തത് കോർട്ടിസോൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അതറിയാമല്ലോ, ഈ നമുക്ക് ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഉറക്കം കുറയുമ്പോഴും ഈ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ കോർട്ടിസോളാണ് ശരിക്കും പറഞ്ഞാൽ ഇമോഷണൽ ഈറ്റിങ്ങിനെ ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്കിങ്ങനെ പലർക്കും ഈ പ്രശ്നമുണ്ട്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരോട് പോകുമ്പോൾ നമുക്ക് ഭക്ഷണം കൂടുതൽ കഴിക്കാൻ തോന്നും. ആ സെയിം ഇത് ഈ ഉറക്കത്തിൻ്റെ കുറവിൻ്റെ സമയത്തും ഈ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതുപോലെ കൂടുതൽ കഴിക്കാൻ ഇടയാക്കും. ഇതെല്ലാത്തിനും അപ്പുറം നമ്മൾ ഉറങ്ങാണ്ടിരിക്കുമ്പോഴേ ഈ ബ്രെയിനിൽ റിവാർഡ് സെൻറ്റേഴ്സ് ഉണ്ട്, ഡോപ്പമിനുമായിട്ട് ബന്ധപ്പെട്ട റിവാർഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് കൊള്ളാമെന്ന് ബ്രെയിനിൽ സിഗ്നൽ. ഇത് പല അഡിക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ റിവാർഡ് സെൻറ്ററും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ റിവാർഡ് സെൻറ്റർ ഡിസ്റപ്റ്റഡ് ആവും. അപ്പോൾ നമ്മൾ ഈ ഡോപ്പമിൻ ഇൻഡ്യൂസിങ് ടൈപ്പ് ഫുഡ്സ് കുറേ കഴിക്കുക. അതായത് പൊതുവേ ഹൈ ഷുഗർ, ഹൈ ഫാറ്റ്, ഹൈ സോഡിയം ഫുഡ്സൊക്കെ. അപ്പോൾ അതിലേക്ക് അറിയേണ്ടത് നമ്മൾ കഴിച്ചു. ഇനി നമുക്ക് സ്ട്രെസ്സിൻ്റെ കാര്യം നോക്കാം. ഈ സ്ട്രെസ്സിലും ഇതേ കാര്യത്തിന് കോർട്ടിസോൾ ലെവൽ നേരത്തെ പറഞ്ഞ പോലെ ഉയരും. ശരിക്കും സ്ട്രെസ്സുമായി ഡയറക്റ്റ്ലി ബന്ധമുള്ള ഒരു ഹോർമോണാണ് കോർട്ടിസോൾ. അപ്പോൾ ഈ കോർട്ടിസോൾ ലെവൽ ഉയരുമ്പോൾ നമ്മളെപ്പോഴും ഇമോഷണൽ ഈറ്റിംഗ് ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ വിശന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കും.
സ്ട്രെസ്സ് നമ്മുടെ ഇൻസുലിൻ ഫംഗ്ഷനെ ബാധിക്കും. കാരണം നാച്ചുറലി മനുഷ്യന് സ്ട്രെസ്സ് വരുമ്പോഴത്തേക്കും ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞതുണ്ട്. കാരണം നമ്മുടെ ബോഡി പെട്ടെന്ന് സജ്ജമാവണം ആ ഒരു സിറ്റുവേഷൻ നേരിടാൻ. പക്ഷേ നമ്മൾ പണ്ട് കാലത്തൊക്കെ അത് നമുക്ക് ജെന്യുവൻ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിലായിരിക്കും മനുഷ്യന് കൂടുതൽ സ്ട്രെസ്സ്. ഇപ്പോൾ എല്ലാ തൊട്ടേനും പിടിച്ചതിനും മനുഷ്യൻ സ്ട്രെസ്സായി. അപ്പോൾ ഓരോ പ്രാവശ്യം ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് വരും. ആ സമയത്ത് മനുഷ്യന് കൂടുതൽ എനർജിയും വേണം. അപ്പോൾ എന്തൊരു അതൊക്കെ നമ്മുടെ ഹങ്കറിനെ ബാധിക്കും. അപ്പോൾ നമുക്ക് തൃപ്തി കുറവ്. പക്ഷേ ശരിക്കും ദൈവം ഇട്ടേക്കണം എന്തിനായിരിക്കും? ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ അലേർട്ടായിട്ടിരിക്കാൻ കൂടുതൽ എനർജി വേണം, ആ കാര്യം ചെയ്യാൻ എനർജി വേണം. അതിന് നമ്മൾ ഭക്ഷണം കഴിക്കണം. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും സ്ട്രെസ് ആവുന്നവർക്ക് ഇതൊക്കെ പ്രശ്നമായി മാറിയിരിക്കുക. അതുപോലെ തന്നെ ഈ ഇമോഷണൽ ഈറ്റിങ്ങും സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നമ്മുടെ ഉറക്കം ഇല്ലാത്ത സമയത്ത് വരുന്ന പോലെ തന്നെ നടക്കുന്നൊരു കാര്യമാണ്. ഇതിനെല്ലാം അപ്പുറം നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുമ്പോഴേ നമ്മുടെ ഡൈജഷൻ തന്നെ പോകാം. നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ഗട്ട് ഹെൽത്തും ഡൈജഷനൊക്കെ എഫക്റ്റഡ് ആയിട്ട് ഇതൊക്കെ നമ്മുടെ സെറ്റൈറ്റിനെ ബാധിക്കും. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ വളരെ വേഗത്തിൽ കഴിക്കും, പോകാനുള്ള ധൃതിക്ക്, സമയത്തെത്താനുള്ള ധൃതിക്കൊക്കെ. അപ്പോൾ അതും ഈ ഭക്ഷണത്തിൻ്റെ സംതൃപ്തി ഫീലിംഗ് തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആക്ച്വലി ശരിക്കും നമ്മൾ ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നതും അത് വയറിലെത്തുന്ന സമയം തൊട്ട് നമ്മുടെ സംതൃപ്തി, ഈ സെറ്റൈറ്റി എന്ന് നമ്മുടെ ബ്രെയിനിൽ സിഗ്നൽ കിട്ടാനായിട്ട് ഏകദേശം 20 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് ആ സിഗ്നൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ കഴിച്ചു തീരും. പിന്നെയും കഴിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാവും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്നാണ് അതിന് പറയുന്നത്. അതായത് ബ്രെയിനിലുള്ള ബ്ലഡ് സെൽസിന് ഒരു എക്സ്ട്രാ എൻഡോത്തീലിയൽ കോട്ടിംഗ് ഉണ്ട്. അതായത് ബ്ലഡിലുള്ള എന്തെങ്കിലും ടോക്സിൻസ് ബ്രെയിനിലേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടി ബ്രെയിനിൻ്റെ ബ്ലഡ് വെസൽസിന് മാത്രമുള്ള ഒരു സ്പെഷ്യൽ കോട്ടിംഗ് ആണ്. നേരത്തെ ജേക്കബ് പറഞ്ഞ ലെപ്റ്റിൻ എന്ന് പറഞ്ഞ ഈ ഹോർമോൺ നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മുടെ വയറ് ഫുള്ള് ആവുന്ന സമയത്ത് അത് ബ്രെയിനിൻ്റെ അവിടെ ചെന്ന് ഈ എൻഡോത്തീലിയൽ സെല്ലുള്ള ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് ബ്രെയിനിൽ പറയണം, സമയമായി, വയറ് നിറഞ്ഞു, ഇനി കഴിക്കേണ്ട ആവശ്യമില്ലെന്ന്. അപ്പോഴാണ് ശരിക്കും നമുക്ക് ഈ ഫുൾനെസ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതെത്തി ഈ ഒരു പ്രോസസ്സ് നടക്കാനായിട്ട് ഏകദേശം 20 മിനിറ്റ് എടുക്കും. നമ്മൾ സ്പീഡിൽ കുറേ കഴിച്ച് 20 മിനിറ്റ് സ്പീഡിൽ കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്നത്, ഓടുന്നത്, നടക്കുന്നതായിട്ട് കണക്കാക്കുകയാണെങ്കിൽ 20 മിനിറ്റ് ഓടുകയാണെങ്കിൽ എത്ര ഭക്ഷണം കഴിക്കും? നടന്ന് പതിയെ സ്ലോ ആയിട്ട് വരികയാണെങ്കിൽ എത്ര ഭക്ഷണം കഴിക്കും? അതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യാൻ നമ്മൾ നോക്കണം. അതായത് നല്ലോണം ച്യൂ ചെയ്ത് 20-30 തവണ ച്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെ ഈ ഹോർമോണിനെ പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യാനും ഈ ബാരിയർ ക്രോസ് ചെയ്ത് അവിടെ സിഗ്നൽ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ജസ്റ്റ് ചവച്ചാൽ മതി. അപ്പം തന്നെ ഈ വീക്കായിട്ടിരിക്കുന്ന സെറ്റൈറ്റി ഹോർമോണിനെ അതിൻ്റെ റെസ്പോൺസിനെ ബെറ്റർ ആക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ സ്പീഡിൽ കഴിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റിൽ ഭക്ഷണം കഴിക്കുന്ന ആൾ മിനിമം 30% കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു. അയാൾ 115%, 10-20% ഒന്നുമല്ല, 115 എന്ന് പറഞ്ഞാൽ ഡബിളിനേക്കാളും മുകളിൽ അത്രയും ശതമാനം അയാൾ എക്സ്ട്രാ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള സാധ്യത അയാൾക്കുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ 20 മിനിറ്റ്സിൻ്റെ കണക്ക് നമ്മൾ കീപ്പ് ചെയ്ത് നമ്മൾ സ്ലോ ആയിട്ട് എങ്ങനെ കഴിക്കാം എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ പരിശീലിക്കുമ്പോൾ നമുക്ക് ഭക്ഷണത്തിന് ഉള്ളിലേക്ക് എടുക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി സംസ്കരിച്ച ഭക്ഷണങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണ തൃപ്തിയെ ബാധിക്കുന്നത്? ഇപ്പോൾ സംസ്കരിച്ച ആഹാരങ്ങൾ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്സിൽ നമ്മൾ നോക്കുമ്പോൾ പൊതുവേ ലോ ഇൻ ഫൈബറും ലോ ഇൻ പ്രോട്ടീനുമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ എപ്പിസോഡിൽ ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സിലൊക്കെ പഠിച്ചു, ഈ പ്രോട്ടീനും ഫൈബറുമാണ് നമുക്ക് ആ സെറ്റൈറ്റി നൽകുന്നത്, ആ ഫുൾനെസ്സിൻ്റെ ഒരു അനുഭവം നൽകുന്നത്. കാരണം ഇപ്പോൾ പ്രോട്ടീനാണ് സെറ്റൈറ്റി ഹോർമോൺസ് ലൈക്ക് GLP-1, കോളസിസ്റ്റോകൈനിൻ, അതുപോലെ പെപ്റ്റൈഡ് YY ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ ഇടയാക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ബ്രെയിനിന് നമ്മൾക്ക് തൃപ്തി അടഞ്ഞു അല്ലെങ്കിൽ നമുക്ക് തൃപ്തിയായി, കഴിച്ച് തൃപ്തിയായി എന്നുള്ള സിഗ്നൽ കൊടുക്കണം. ഫൈബറാണ് നമ്മളെ കൂടുതൽ ഫീലിംഗ് ഓഫ് ഫുൾനെസ് നൽകുന്ന വേറൊരു കമ്പോണൻറ്റ്. അപ്പോൾ ഇത് രണ്ടും ഇല്ലാണ്ട് പോകുമ്പോൾ എന്ത് പറ്റും? ഈ പ്രോസസ് ഫുഡ്സിൽ നമുക്ക് കൂടുതൽ വിശക്കും, നമ്മൾ കൂടുതൽ കഴിക്കും, കൂടുതൽ കാലറീസ് ഉള്ളിലേക്ക് എടുക്കും. രണ്ടാമത്, പൊതുവേ ഈ ഇത്തരം പ്രോസസ് ഫുഡ്സിൽ ഷുഗർ ഹൈ ആയിരിക്കും, റിഫൈൻഡ് ഷുഗർ ആഡ് ചെയ്തിരിക്കണം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ റിഫൈൻഡ് ഫോമിലായിരിക്കും. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ
ഇത് കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഷുഗർ സ്പൈക്ക് ചെയ്യും. ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് പൊതുവേ വലിയതായിരിക്കും അല്ലെങ്കിൽ ഹൈ ആയിരിക്കും. പെട്ടെന്ന് ഷുഗർ കയറിയിട്ട് പെട്ടെന്ന് ക്രാഷ് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ബേസ് ലെവലിലെ നമ്മുടെ ഷുഗറിൻ്റെക്കാളും താഴിലേക്ക് പോകും. അങ്ങനെ ബോഡി പെട്ടെന്ന് വിചാരിക്കുന്നത് ഇതെന്തോ ഒരു എമർജൻസി സിറ്റുവേഷനാണ്, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ താഴെ, വേഗം എന്തെങ്കിലും കഴിച്ച് റെഡിയാക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കും. അതുകൊണ്ട് ഈ അൺഹെൽത്തി പ്രോസസ് ഫുഡ്സ് കഴിക്കുമ്പോൾ നമുക്ക് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വിശക്കും ഭയങ്കരമായിട്ട്. അപ്പോൾ നമുക്ക് സെറ്റായിട്ട് കിട്ടത്തില്ല, കൂടുതൽ കാലറീസ് നമ്മൾ കഴിക്കും. തീർച്ചയായിട്ടും നമുക്കൊരു ബ്രേക്കിന് സമയമായി. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. വളരെ നന്ദി, കാത്തിരിക്കൂ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഭക്ഷണ സംതൃപ്തിയും ആരോഗ്യത്തെക്കുറിച്ചുമാണ്. ഇനി പരമാവധി സംതൃപ്തി കിട്ടാൻ, വയറ് നിറഞ്ഞു എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് തിരഞ്ഞെടുത്ത് കഴിക്കാൻ പറ്റുന്ന നല്ല ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് അഗെയിൻ പ്രോട്ടീൻസ് ആണ്, പിന്നെ ഫാറ്റ്സ്, പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പറ്റാവുന്നത്ര നമ്മൾ മീറ്റ് ഒഴിവാക്കാൻ നോക്കണം. കാരണം വെച്ചാൽ അതൊത്തിരി കഴിച്ചാൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ വേറെ പല ഏരിയാസിൽ നമുക്കുണ്ടാവും. ഹെൽത്തി പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പയറുവർഗ്ഗങ്ങൾ, ലെൻറ്റിൽസ് കഴിക്കാം, പിന്നെ യോഗേർട്ട് കഴിക്കാം, ടോഫു, പിന്നെ സോയ് മീറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാം. അതല്ലാതെ വേണമെങ്കിൽ നമുക്ക് എഗ്ഗിൻ്റെയും പ്രോട്ടീൻ സോഴ്സസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് നമ്മൾ എടുക്കരുത്. ആവക്കാഡോ കഴിക്കാം, ഓലിവ് ഓയിൽസ്, പിന്നെ നട്ട്സ്, അതെല്ലാം നമ്മുടെ ഈ മീലിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ സെറ്റൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കാർബോഹൈഡ്രേറ്റ്സ് ഓഫ് കോഴ്സ് നമ്മൾ ഏറ്റവും ഫൈബർ റിച്ച് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാം. ഓട്സ് കഴിക്കാം, കീൻവ കഴിക്കാം, അങ്ങനെ ഹോൾ ഗ്രെയിൻസ് എല്ലാം കഴിക്കാം. വെജിറ്റബിൾസും ഹോൾ ഫ്രൂട്ട്സും, ചില വാട്ടർ ഡെൻസ് വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാൻ പറ്റും. ക്യൂക്കമ്പേഴ്സ് കഴിക്കാം, വാട്ടർ മെലൺ, പിന്നെ അതുപോലെ തന്നെ ഈ സൂപ്പുകളൊക്കെ ഒത്തിരി ക്വാണ്ടിറ്റി വെള്ളവും അങ്ങനെയാണല്ലോ. അപ്പോൾ അധികം കാലറീസ് കയറാതെ പെട്ടെന്ന് വയറ് ഫുള്ളാവുന്ന രീതിയിലുള്ള സിഗ്നൽസ് മിമിക് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതാണ്. വളരെ സന്തോഷം, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അടുത്തതായിട്ട് നമുക്ക് ചോദിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്ന നേരം, സാധാരണ 3 നേരമാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം ഈ ഭക്ഷണം കഴിക്കുന്ന നേരവുമായിട്ട് ഈ ഒരു ഫീലിംഗ്, സംതൃപ്തി, ഭക്ഷണ സംതൃപ്തി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ, നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ ഏറ്റവും ലാർജസ്റ്റ് മീൽസ് എപ്പോഴും നമ്മൾ പകൽ സമയത്ത് കഴിക്കാൻ നോക്കണം. നമ്മൾ അത് കഴിഞ്ഞിട്ട് ലേറ്റ് നൈറ്റിലേക്ക് എത്തും തോറും നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്കപ്പോൾ വിശപ്പ് കുറഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഈ ലാർജർ മീൽസ് നേരത്തെ കഴിക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന്, പിന്നെ ലഞ്ചിനെ കഴിക്കുകയാണെങ്കിൽ ഡിന്നർ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് വിശപ്പ് കുറയും. അങ്ങനെയാണ് ആ സെറ്റായിട്ട് വർക്ക് ചെയ്യണത്. രണ്ടാമത്തത്, ഈ ഡിന്നർ സമയത്ത് നമ്മൾ അല്ലെങ്കിലും നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ സെറ്റായിട്ട് ആവശ്യത്തിന് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കഴിച്ചാലും നമുക്ക് തൃപ്തി തോന്നത്തില്ല, നമുക്ക് പിന്നെയും കഴിക്കാൻ വേണ്ടി തോന്നും. കാരണം ആ സമയത്ത് നമ്മുടെ ഈ ഹോർമോൺസിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടാണ്. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ മീൽസ് തമ്മിലുള്ള ഗ്യാപ്പ് കറക്റ്റ് ടൈമിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യണ ബുദ്ധിയാണ്. അപ്പോൾ ഒത്തിരി അടുത്തും കഴിക്കല്, ഒത്തിരി അകലെയും കഴിക്കല്. പകൽ സമയത്തുള്ള മീല രാത്രി അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 8 മണിക്ക് കഴിച്ചെങ്കിൽ അടുത്തൊരു 10 ആകുമ്പോൾ അടുത്ത മീൽ കഴിക്കാൻ പോകരുത്. അത് നമ്മുടെ ഈ മൊത്തം സാധനത്തിനെ ഡിസ്റപ്റ്റ് ചെയ്യും. നമുക്കത് തൃപ്തി കിട്ടാനുണ്ടാവും. ആക്ച്വലി അത് കൂടുതൽ കഴിക്കാൻ നമ്മളെ ഇടയാക്കത്തേ ഉള്ളൂ. പക്ഷെ അപ്പോൾ നമ്മൾ 8 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളൊരു 5 മണിക്കൂറിന് ശേഷം നമ്മൾ അടുത്ത മീൽ കഴിക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണം ഇപ്പോൾ 1 മണിക്ക് മീൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോഴത്തേക്കും അത്രയും നേരം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് സ്റ്റഡി ആയിട്ട് നിൽക്കും. ഹെൽത്തി ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത മീൽ കഴിയുമ്പോൾ ആ കറക്റ്റ് വിശപ്പ് കിട്ടുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്നു, സംതൃപ്തി ഇടുന്നു, പിന്നെ അടുത്ത കുറേ മണിക്കൂറിലേക്ക് നമുക്ക് വീണ്ടും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷേ എന്ത് പറ്റും, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക് കഴിച്ചിട്ട് നമ്മളൊരു 3 മണി വരെ കഴിച്ചില്ലെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ 3:30 വരെ എക്സ്ട്രീം ഹങ്കറിലേക്ക് എത്തും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒത്തിരി വാരി വലിച്ച് കഴിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഈ മീൽ ടൈമിങ് നമ്മുടെ സെറ്റായിട്ടായിട്ട് ഭയങ്കര ഒരു ബന്ധമുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും വളരെ സുപ്രധാനമായ കാര്യമാണ്. ഇനി വളരെ ശ്രദ്ധയോടെ ഭക്ഷണം കഴിക്കണം, സാവധാനം കഴിക്കണം എന്നൊക്കെ പറയും. അതും ഈ സംതൃപ്തി ഫീലിങ്ങുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നാണ് പറയുന്നത്. അതിന് 2 സ്റ്റേജസിൽ ബന്ധമുണ്ട്. ഇപ്പോൾ നമ്മൾ
വിശക്ക് ആണെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. ഈറ്റ് ഇഫ് യു ആർ ഹംഗ്രി, ഇമോഷണലായിട്ട് കഴിക്കരുതെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ 12 മണിയായി, അല്ലെങ്കിൽ സാർ എത്ര മണിക്കാണ് കഴിക്കുന്നത് വെച്ചാൽ 1 മണിക്ക് ലഞ്ച് കഴിക്കാറായി. നമുക്ക് ആ സമയത്ത് വിശക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റാണ്. നമുക്ക് വിശക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ സെറ്റൈറ്റിയുടെ മെക്കാനിസം നല്ലോണം വർക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വിശക്കുന്ന സമയമാകുമ്പോൾ അത് സിഗ്നൽ പറയുമ്പോൾ കഴിച്ചാൽ മതി എന്നുള്ള. പക്ഷേ നമ്മൾ അത് മറന്നിട്ട് 1 മണിയായി അല്ലെങ്കിൽ ബോറടിക്കുകയാണെന്ന് ഓർത്ത് നമ്മൾ ഇമോഷണലായിട്ട് കഴിക്കും. അപ്പം തന്നെ ഈ മൊത്തം മെക്കാനിസത്തിനെ ഡിസ്റപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അതല്ലാതെ വേറൊരു സ്റ്റേജും കൂടി ഉണ്ട്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ മൊബൈൽ ഫോണും ഐ ആം ഓൾസോ ചാർജ്ഡ്, ഗിൽറ്റി ആസ് ചാർജ്ഡ്. അതായത് മൊബൈൽ ഫോൺ നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ടി വിയിലോ നോക്കിയിരുന്ന് കഴിക്കുന്നതാണ് നമ്മുടെ ശീലം. നമ്മൾ എന്താണ് കഴിക്കുന്നത്, എത്ര സ്പീഡിലാണ് കഴിക്കുന്നത്, എത്ര തവണ ചവയ്ക്കുന്നുണ്ടെന്നൊന്നും നമ്മൾ ആലോചിക്കുന്ന പോലുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നല്ലോണം ചവച്ച് കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും. ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറിൽ ചെന്ന് 20 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ വയർ നിറഞ്ഞു എന്നുള്ള സിഗ്നൽ കൊടുക്കുന്ന പ്രക്രിയയെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്ലോ ആയിട്ട് കഴിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഫോക്കസ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്ത് ച്യൂ ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് എൻജോയ് ചെയ്യുക, ചെറിഷ് ചെയ്യുക. ചിലവർ ഇടയ്ക്ക് നിങ്ങളൊന്ന് ആ ഫോർക്ക് താഴെ വെക്കുന്നത്. നമ്മളിവിടെ കൈകൊണ്ട് ഇങ്ങനെ സ്പീഡിൽ കഴിക്കണം. നമ്മൾ കൈകൊണ്ട് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റർ കോർഡിനേഷനാണ് വായിലോട്ട്, അല്ലേ? അപ്പോൾ സ്പൂണും ഫോർക്കും ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഓരോ തവണ കഴിക്കുന്നതിൻ്റെ പോർഷൻ കുറയും. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് അതിൽ ഫോക്കസ് ചെയ്യുക, നമ്മുടെ മക്കളെയും അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഏറ്റവും നല്ല കാര്യമാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. ഇനിയും നമ്മളുടെ വ്യായാമം, കൃത്യമായ വ്യായാമങ്ങൾ നമ്മുടെ ഈ ഭക്ഷണ സംതൃപ്തി എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഈ ഭക്ഷണ സംതൃപ്തിയുമായി ബന്ധപ്പെട്ട 2 ഹോർമോൺസ് ഗ്രലിൻ, ലെപ്റ്റിൻ. അപ്പോൾ നമ്മൾ ഒരു ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്തെന്ന് വെച്ചാൽ ഒത്തിരി ആയാസപ്പെട്ടൊരു വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ താൽക്കാലികമായിട്ട് ഗ്രലിൻ ഹോർമോൺ താഴോട്ട് പോകും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് നേരത്തെ കഴിയുമ്പോൾ വിശക്കത്തില്ല. അപ്പോൾ അത് വ്യായാമമായിട്ട് ബന്ധപ്പെട്ടാൽ അത് നല്ലതാണോ ചീത്തയാണോ നിങ്ങൾ തിരിച്ചറിയണം. പക്ഷെ ഞാനിതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ട് ഒരു വാസ്തവം പറയാം. എക്സസൈസ് സ്ഥിരമായി ചെയ്യുന്നവർക്ക് അവരുടെ ഈ ലെപ്റ്റിൻ ഹോർമോണോടുള്ള സെൻസിറ്റിവിറ്റി ബെറ്റർ ആയിരിക്കും. ഈ ലെപ്റ്റിൻ ഹോർമോണാണ് ശരിക്കും പറഞ്ഞാൽ ഈ സറ്റൈറ്റി സിഗ്നൽസിനെ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ പൊതുവേ ഓവർ വെയ്റ്റ് ആയിട്ടുള്ളവർക്കും ഇരുന്ന് ജോലി ചെയ്യണ സെഡൻറ്ററി ജോബ്സിലുള്ളവർക്കൊക്കെ ഈ ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പൊതുവേ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ വിശക്കത്തില്ല. മോഡറേറ്റ് ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ആണെങ്കിൽ, അതായത് അധികം ആയാസപ്പെടില്ല, ആയാസപ്പെടുന്ന വർക്കൗട്ടാണ് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ വിശക്കും. ഒത്തിരി എൻഡ്യൂറൻസ് ടൈപ്പ്, അതായത് ഇപ്പോൾ മാരത്തോൺ ഓടുക അല്ലെങ്കിൽ ഒത്തിരി ദൂരം സൈക്കിൾ, അത് ചെയ്യുമ്പോൾ നല്ലോണം വിശക്കും. കാരണം നമുക്ക് ശരീരത്തിന് അതനുസരിച്ച് ഫ്യൂവൽ വേണം. അപ്പോൾ ഇങ്ങനെയാണ് പൊതുവേ ഇത് നമ്മുടെ ഇതുമായി വർക്ക് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ എക്സസൈസ് പൊതുവേ ഗുഡ് ഗട്ട് മൈക്രോബയോമിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഗട്ട് നന്നായിട്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ഓവർ ഈറ്റിങ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സറ്റൈറ്റിയും ബെറ്റർ ആയിരിക്കും. തീർച്ചയായിട്ടും വളരെ നല്ല ഇൻഫോർമേഷനാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. വയറ് നിറഞ്ഞൂല്ലേ? നല്ല വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നന്ദി. നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്കും വളരെ നന്ദി. ദൈവം അതുവരെയും നമ്മളെ കാത്തു പരിപാലിക്കട്ടെ.